മലയാളികൾക്ക് വളരെയധികം സുപരിചിതമായ ഒരു താരമാണ് നടി ലിൻറ്റു റോണി. വളരെയധികം സോഷ്യൽ മീഡിയയിൽ വിശേഷങ്ങളെല്ലാം പങ്കുവച്ചെത്തുന്നൊരു താരമാണ് ലിൻറ്റു. ഏകദേശം 373Kയോളം ഫോളോവേഴ്സുള്ള താരത്തിന് ഒരു യൂട്യൂബ് ചാനലുമുണ്ട്. എല്ലാ വാർത്തകളും അതിൽ പങ്കുവയ്ക്കാറുമുണ്ട്. ഇപ്പോൾ ദുബായിൽ കുടുംബസഹിതം സെറ്റിലായിട്ട് കുറച്ച് മാസങ്ങൾ മാത്രമേ ആകൂ. ഈ വർഷം അത് 1 വർഷമാകുന്നതേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ആദ്യം കുറച്ച് നാൾ ജോലിയും സ്ഥലവുമൊക്കെ അന്വേഷിച്ച് നടന്ന് ഇപ്പോൾ സെറ്റിലായിട്ട് മാസങ്ങളായിട്ടേ ഉള്ളൂ എന്ന് നടി പറയുന്നു. എന്നാൽ ലവിക്കുട്ടൻ എന്ന ലിൻറ്റുവിൻ്റെ മകനെ ഇപ്പോൾ ഡേ കെയറിൽ വിടുന്നുണ്ടെന്നും ആ ഡേ കെയറിൽ രാവിലെ വിട്ടപ്പോഴേക്കും നടന്ന സംഭവത്തെക്കുറിച്ചാണ് നടി വെളിപ്പെടുത്തുന്നത്. ഒരമ്മ എന്ന നിലയിൽ എനിക്കിത് വളരെയധികം വിഷമമായി. ഇന്ന് ലവിക്കുട്ടനെ ബസ്സിലേക്ക് കയറ്റുന്ന സമയം ഒന്ന് വെയിറ്റ് പോലും ചെയ്യാനാകാതെ 3 വണ്ടികൾ പുറകെ നിൽക്കുന്ന 3ാമത്തെ വണ്ടിക്ക് വളരെയധികം ഹോണായിരുന്നു എന്നും ആ വണ്ടി പതിയെ മൂവ് ചെയ്ത് തുടങ്ങിയപ്പോൾ അതിലുണ്ടായിരുന്ന സ്ത്രീ വന്ന് ഞങ്ങളോട് ബഹളം വെച്ചുവെന്നും മോശമായ രീതിയിൽ കൈവച്ച് ആംഗ്യം കാണിച്ചുവെന്നും ലിൻറ്റു പറയുന്നു. ഇതിന് നിയമ നടപടി എടുക്കാൻ സാധിക്കുമോ എന്നാണ് ലിൻറ്റു ഇപ്പോൾ ദുബായിലുള്ള ആൾക്കാരോട് ചോദിക്കുന്നത്. വിദേശ രാജ്യമായതുകൊണ്ട് ഇവിടുത്തെ നിയമത്തെക്കുറിച്ച് എനിക്ക് വലുതായി അറിയില്ല. സ്കൂൾ ബസ് ഉണ്ടെങ്കിൽ അതിനെ വലുതായി ഓവർടേക്ക് ചെയ്യാൻ പോലും പാടില്ല എന്നാണ് ഇവിടുത്തെ നിയമമെന്ന് ഞാൻ കേൾക്കുന്നു. എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു 1 വർഷം ആകുന്നതേ ഉള്ളൂ ഞാനിവിടെ വന്നിട്ട്. അതുകൊണ്ട് കാര്യങ്ങൾ അറിയാത്തത് കൊണ്ട് ഇവിടുത്തെ ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുമോ? ഞാൻ വണ്ടിയുടെ ഡീറ്റെയിൽസ് എഴുതിയെടുത്തിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്നവരാണ്. ഇവിടെ ഞാൻ ലവിക്കുട്ടനെ നഴ്സറിയിൽ വിടുന്നു എന്ന് കണ്ടിട്ട് എൻ്റെ തൊട്ടടുത്തുള്ള പല അമ്മമാരും 2-3 പേര് ഇപ്പോൾ അതേ ഡേ കെയറിൽ കുഞ്ഞുങ്ങളെ വിടുന്നുണ്ട്. ഇന്ന് ലവിക്കുട്ടൻ രാവിലെ കുറച്ച് അപ്സെറ്റായിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ നടന്നു വരുന്നേയില്ലായിരുന്നു. എടുത്തുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഓടുകയായിരുന്നു ചെയ്തത്. മറ്റുള്ള കുട്ടികൾ കയറുന്ന സമയത്തേക്ക് ഞങ്ങൾ എത്തി. അധികം ആരെയും വെയിറ്റ് ചെയ്യിപ്പിച്ചില്ല. എന്നാൽ മകനെ ഒന്ന് കയറ്റിയപ്പോഴാണ് ഞാൻ ഓർത്തത് ഒരു ഉമ്മ നൽകാമെന്ന്. അവൻ ആകെ ഇന്ന് അപ്സെറ്റ് ആണല്ലോ എന്ന് ഓർത്തിട്ട്. ഒരമ്മയ്ക്ക് മാത്രമേ ആ വികാരം മനസ്സിലാകൂ. അങ്ങനെ അവനെ ഉമ്മ നൽകുകയും ചെയ്തു. ഡ്രൈവറെന്ന് മനസ്സിലാവുകയും ചെയ്തു. ആരും തിടുക്കം കാണിച്ചില്ല. അങ്ങനെ തൊട്ട് പിന്നാലെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെ വണ്ടി നിൽപ്പുണ്ട്. ഈ വണ്ടിക്ക് തൊട്ട് പിന്നാലെ 3 കാറുകൾ വരി പിടിച്ച് നിൽപ്പുണ്ട്. പുറകിലുള്ളത്തെ 2 കാറുകളും ഒരു ബഹളവും ഉണ്ടാക്കാതെ മിണ്ടാതെ നിൽക്കുകയാണ്. കുട്ടികളുടെ വണ്ടിയാണ്, നമ്മളങ്ങനെ ചെയ്യാൻ പാടില്ല. കുട്ടികളാണ്, അവർ സമയമെടുക്കും. അതും തീരെ ഡേ കെയറിലുള്ള കുട്ടികളാണ്. അതുകൊണ്ട് ആ 2 വണ്ടിക്കാരും ഒന്നും മിണ്ടിയില്ല. എന്നാൽ 3ാമതുള്ള കാറ് വളരെയധികം ഹോൺ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ലവിക്കുട്ടനെ എടുത്തുകൊണ്ട് വീട്ടിൽ നിന്ന് ഓടുകയാണെന്ന് പറഞ്ഞ സമയം മുതൽ തന്നെ അവർ ഹോൺ അടിക്കുകയായിരുന്നു. എന്നിട്ട് പതിയെ മുന്നോട്ട് പോയപ്പോൾ ആ സ്ത്രീ ഞങ്ങളുടെ അടുത്ത് വന്ന് ഷൗട്ട് ചെയ്യുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഞാൻ വണ്ടി നിർത്തിച്ച് അവരോട് തിരിച്ച് എന്തിനാണ് നിങ്ങൾ ഷൗട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചു. ഇത് കുഞ്ഞുങ്ങളുടെ ബസ്സാണ്, അവർക്ക് കയറാനുള്ള സമയം വേണം. എവിടെയായാലും അതിനുള്ള സമയം കൊടുക്കണം. അതാണ് റൂള്. നിങ്ങളാണ് റൂളിന് അഗെയിൻസ്റ്റായി പോകുന്നത്. എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്? ഇതൊക്കെ ഞാൻ അവരോട് ചോദിച്ചു. എന്നിട്ടും അവർ ഷൗട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഞാൻ നമ്പർ നോക്കി വെച്ചിട്ടുണ്ട്. അവിടെയുള്ള അമ്മമാർക്കും എനിക്കും ഒക്കെ അത് വിഷമമായി. കാരണം ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ വളരെ വിഷമത്തിൽ കയറി പോകുമ്പോൾ ഏതൊരമ്മയ്ക്കും അതൊരു വിഷമമായി മാറും. ഈ ദിവസം മുഴുവൻ എനിക്ക് ആ ഒരു തോന്നലുണ്ട്. അതിനേക്കാൾ ഉപരി ഈ ഒരു വ്യക്തി എന്നോട് ഇങ്ങനെ കാണിച്ചതിലും എനിക്ക് പരിഭവമുണ്ട് എന്ന് ലിൻറ്റു പറയുന്നു. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.